ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാങ്കേലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 144ാമത് എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യും. ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരു വാക്കിൽ പരിചയപ്പെടുത്തുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുവാൻ എത്തിയിട്ടുള്ളത് ഡൽഹിയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന സഹോദരൻ ബിനു ബാബു അവരുകളാണ്. അതുകൂടാതെ കൊട്ടാരക്കരയിൽ നിന്നും സഹോദരൻ ബെനറ്റ് ജോൺ കടന്നു വന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ നിന്നും സഹോദരൻ അജൂബ് ജോർജ്. ഈ 3 പേരാണ് ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത്. അവരിൽ കൂടെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കുവാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് സുനിൽ കൊട്ടാരക്കരയാണ്. ക്യാമറ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിജിൽ കൊട്ടാരക്കരയാണ്. പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ അതിന് ഒരു പേര് കൊടുക്കുകയാണ്, കസിൻസ് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സഹോദര പുത്രന്മാരായ ആളുകളാണ് ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത്. എന്നോടുള്ള ബന്ധത്തിൽ എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. ഇവരുടെ സാന്നിധ്യവും സഹകരണവും ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. സഹോദരൻ ബെനറ്റ് ജോൺ മുന്നോട്ട് വന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, എല്ലാ ആഴ്ചയിലും പോലെ തന്നെ കർത്താവേ, ഈ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങളിവിടെ ആലപിക്കുന്ന ഗാനങ്ങൾ കർത്താവേ, ഇവിടെ നൽകുന്ന സന്ദേശം ഒക്കെയും കർത്താവേ ഏറെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവിധ രാജ്യങ്ങളിലിരുന്ന് കർത്താവേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങളിലേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിശേഷാൽ രോഗികളായിട്ട് ആരെങ്കിലും ഈ രാത്രിയിൽ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിലെ ഗാനങ്ങളും വചന സന്ദേശവും ഒക്കെ അവർക്ക് വിടുതലും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളെങ്ങോട്ട് അപേക്ഷിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളതായ എല്ലാ നല്ല സാഹചര്യങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, യാതൊരു ബുദ്ധിമുട്ടുകളും കൂടാതെ വണ്ണം നന്നായി പ്രവർത്തിക്കുവാനും കർത്താവേ ഈ പ്രോഗ്രാം നന്നായി ഇന്നത്തെ അവസാനിക്കുവാനും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങളെങ്ങോട്ട് അപേക്ഷിക്കുന്നു. വിശേഷാൽ ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ വൃത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവേ. ഞങ്ങളുടെ ദാസനിലൂടെ ചെയ്യുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവിൻ്റെ നാമത്തിന് മഹത്വത്തിനായി തീരുവാൻ ദൈവം ഇടയാക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ രാത്രിയിൽ വചന സന്ദേശം നൽകുമ്പോൾ കർത്താവേ അനേകർക്ക് വിടുതലും ആശ്വാസവും ഒക്കെ ആയി തീരുവാൻ ഞങ്ങളുടെ ദാസനെ നീ അവിടുന്ന് അങ്ങയുടെ ക്രൂശിൻ്റെ മറവിൽ മറയ്ക്കണമെന്ന് ഞങ്ങളെങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന ഓരോരുത്തരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പശ്ചാത്തലം ഒരുക്കുന്ന ഞങ്ങളുടെ സഹോദരനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, വിശേഷാൽ ജിജിലിനായി സ്തോത്രം, എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ശുശ്രൂഷ ഏറെ ഭംഗിയായി തീരുവാൻ അതിനേക്കാൾ ഉപരിയായി കർത്താവെ ചിലർ കൂടെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ എല്ലാ ശുശ്രൂഷകളും ചന്തവും ഉചിതമായി തീരുവാൻ ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ ആവശ്യമാണ് കർത്താവെ. പ്രാർത്ഥന രാജനയ്ക്ക് അടുത്തുകൊണ്ട് സ്തോത്രം ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു കർത്താവെ, കേട്ട് ഉത്തരം നൽകണമേ. ഇന്നത്തെ ശുശ്രൂഷയുടെ പ്രാരംഭ ഗാനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനമാണ്. യെശയ്യാ പ്രവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വർണ്ണിച്ചുകൊണ്ട് സാറാഫുകൾ ദൈവത്തെ സ്തുതിക്കുന്നതായി നാം കാണുന്നു.
അവരുടെ 2 ചിറകുകൾ കൊണ്ട് പറന്നും 2 ചിറകുകൾ കൊണ്ട് അവരുടെ കാലുകൾ മറച്ചും 2 ചിറകുകൾ കൊണ്ട് മുഖം മറച്ചും അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ദൈവത്തെ ആർത്ത് സ്തുതിച്ചുകൊണ്ടേയിരുന്നു. പാപം ചെയ്യാത്ത, പാവമില്ലാത്ത സാറാഫുകൾ പോലും അവരുടെ കാലുകളെ ദൈവത്തിന്റെ പരിശുദ്ധിന് മുമ്പാകെ മറയ്ക്കുകയും ആ പരിശുദ്ധിയെ കാണാൻ കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകളെ മറയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന, പാപ ശരീരത്തിൽ ജീവിക്കുന്ന നമുക്ക് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവന് മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവം മുമ്പാകെ സമർപ്പിച്ച് നമുക്കും അവരോട് ചേർന്ന് പറയാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്നിങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന, വിശുദ്ധിയെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ സ്തുതിഗാനം ഇപ്പോൾ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് പാടുന്നതായിരിക്കും. പരിശുദ്ധൻ മഹോന്നത ദേവൻ എന്നാരംഭിക്കുന്ന ഗാനം ഇപ്പോൾ പ്രിയപ്പെട്ടവർ ആലപിക്കുന്നു. സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. ആഹാ
രാജനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹ അവരത്ഭുത മന്ത്രിയാം ദൈവം നിത്യനാഥനാം വീരനാം ദൈവം ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ രാജാതിരാജനാം മശിഹ ആഹാ മേഘരൂഢനായി വരും ദിനം തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരും യേശു മശിഹ ആഹാ ദൈവമഹത്വം ഓർക്കുമ്പോൾ അവന് മുമ്പാകെ ഹല്ലേലൂയ പറയാനല്ലാതെ നമുക്ക് മറ്റെന്താണ് കഴിയുന്നത്? ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കി അവന് സർവ സ്വാതന്ത്ര്യവും നൽകി ഏതൻ പൂങ്കാവനത്തിൽ ആക്കിയെങ്കിലും പിശാചിനാൽ വഞ്ചിക്കപ്പെട്ട് മനുഷ്യൻ പാപം ചെയ്ത് ദൈവം മുമ്പാകെ കുറ്റക്കാരനായി നിൽക്കേണ്ട സ്ഥിതി ഉണ്ടായി. ദൈവം അവനെ നോക്കിയിട്ട് പറഞ്ഞു, നീ മുഖാന്തരം ഈ ഭൂമി ശാപഗ്രസ്തമായി തീർന്നിരിക്കുന്നു. മുള്ളും പറക്കാരെയും ഭൂമിയിൽ ഉണ്ടാകും. നീ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും. ഹവ്വയോട് പറഞ്ഞു, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഏറ്റൊടുവിൽ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്നെ മണ്ണിൽ നിന്ന് എടുത്തിരിക്കിയാൽ മണ്ണിലേക്ക് തന്നെ പൊടിയിലേക്ക് തന്നെ നീ തിരികെ ചേരും എന്ന് പറഞ്ഞു. ആ ശാപവും പെരുക്കൊണ്ട് അവർ ഏതൻ പൂങ്കാവനത്തോടെ യാത്ര പറഞ്ഞു ഭൂമിയിലേക്ക് പോയി. അതൊരു പക്ഷേ നിരാശയുടെ വാക്കുകൾ ആയിരിക്കാം. എന്നാൽ ആ നിരാശയ്ക്കപ്പുറത്ത് ദൈവം ഒരു പ്രതീക്ഷ നൽകിയുണ്ടായി. അത് മറ്റൊന്നുമല്ല, നീ ചെയ്ത പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി
നിന്നെ ചതിച്ച സർപ്പത്തിൻ്റെ പിശാചിനെ തകർക്കുവാനായി സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരും എന്ന പ്രത്യാശ അവർക്ക് നൽകി. അവർ ഏദൻ പൂങ്കാവനം വിട്ട് ഭൂമിയിലേക്ക് പോകുമ്പോൾ അവർക്ക് വലിയ പ്രത്യാശയുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, സ്ത്രീയുടെ സന്തതിയായി ഒരു രക്ഷിതാവ് ഞങ്ങൾക്ക് വേണ്ടി വരുമെന്നും ആ രക്ഷിതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള വലിയ പ്രത്യാശയാൽ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുകയുണ്ടായി. അനുദിനം അവന് ശക്തി പകർന്നത്, അവന് ബലം പകർന്നത്, പ്രത്യാശ പകർന്നത് ആ വാക്കുകളാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രനായ യേശുക്രിസ്തു കടന്നു വന്നത് നാം ചരിത്രത്തിൽ വായിക്കുന്നു, ദൈവജനത്തിൽ വായിക്കുന്നു. ആ കർത്താവായ യേശുക്രിസ്തു മനുഷ്യന്റെ പാപത്തെ സമ്പൂർണ്ണമായും മായച്ചു കളഞ്ഞ രക്ഷിതാവാണ്. അങ്ങനെയെങ്കിൽ മനുഷ്യൻ ഒരുപിടി മണ്ണാണ് എങ്കിൽ അവന് ഈ ശരീരത്തിൽ എന്ത് പ്രശംസിക്കാനുണ്ട്? അവൻ എന്ത് മഹിമ പറയാനുണ്ട്? അവന് ഒരു മഹിമയും പ്രശംസയും പറയുവാനില്ല. കേവലം മണ്ണിനോട് ചേരേണ്ടവനാണ് മനുഷ്യൻ എന്ന ചിന്ത നമ്മെ ഭരിക്കേണ്ടതാണ്. ഈ പ്രത്യാശയും ഈ ചിന്തയും ഉൾക്കൊള്ളുന്നതായ മനോഹരമായ മറ്റൊരു ഗാനം നമുക്ക് ശ്രമിക്കാവുന്നതാണ്. മനുഷ്യ നീ മണ്ണാകും എന്നാരംഭിക്കുന്ന ഗാനം സഹോദരൻ ബിനു ബാബു ഇപ്പോൾ ആലപിക്കുന്നതാണ്. ആരാധ്യനായി നീ ലോകമറിഞ്ഞാലും
ശ്രമിച്ചാലും നിഷ്ഫലമേ നിൻ ആത്മാവ് നശിക്കുകേ താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും മനുഷ്യാനി മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ ഒരു യാത്രികൻ സ്വർഗ്ഗം അകതാരിൽ കരുതിയിടണം. മനുഷ്യന്റെ മനസ്സ് പാപിൻ പുറ്റായി മാറുന്നു. മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. മനുഷ്യന്റെ മനസ്സ് പാമ്പും പുറ്റായി മാറുന്നു. മനസ്സിലെ മോഹങ്ങൾ പാമ്പുകളായി ഇഴയുന്നു. ഈശ്വരൻ സർവ്വവും നൽകുവാൻ കഴിയാതെ ഈശ്വരന് സർവവും നൽകുവാൻ കഴിയാതെ ഭരിക്കുവാൻ ക്ഷണിക്കുന്നു താഴ്മയായിടണം നിന്റെ സിംഹാസനം ത്യാഗമായിടണം നിന്റെ സമ്പാദ്യവും മനുഷ്യാനി മണ്ണാകും മണ്ണോടു ചേർന്നീടും ധരയിൽ ഒരു യാത്രികൻ സ്വർഗ്ഗം അകതാരിൽ കരുതിയിടണം. സ്വർഗ്ഗം അകതാരിൽ കരുതിയിടണം. സ്വർഗ്ഗം അകതാരിൽ കരുതിയിടണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരു ഭക്തൻ്റെയും പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ വരവ് ഒന്ന് മാത്രമാണ്. ഈ ലോകത്തിലെ കഷ്ടങ്ങളിലും നിരാശകളിലും ദുഃഖങ്ങളിലുമൊക്കെ വേദനയും സങ്കടത്തിലുമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു അന്ത്യമുണ്ടെന്നും അത് നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ വരവെങ്കിലാണ് എന്നുള്ളത് അവൻ്റെ പ്രത്യാശയെ പുതുക്കുകയും അവന് വേദനകളിൽ ആശ്വാസം പ്രാപിക്കുവാനും കഴിയുന്ന ഒന്ന് തന്നെയാണ്. അവൻ അതുകൊണ്ട് പാടും ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ്, കർത്താവേ, നീ എന്നാണ് വരുന്നത്? നീ വാനത്തിൽ വന്ന് എന്നെ ചേർക്കും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. നീ എന്നാണ് വരുന്നത് എന്നുള്ള പ്രത്യാശ അവൻ്റെ ഹൃദയങ്ങളിൽ അലതല്ലിക്കൊണ്ടിരിക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തു അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് ദൂതന്മാർ സാക്ഷ്യപ്പെടുത്തിയ ആ അരുമനാഥ കർത്താവ് യേശു ക്രിസ്തു എന്നാണ് മേഘത്തിൽ വരുന്നത് എന്ന പ്രത്യാശയോടെ ഈ ഭൂമിയിൽ അവൻ വിശ്വാസ ജീവിതം കഴിക്കുകയാണ്. നാം എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രത്യാശ കർത്താവേ നീ വേഗം വരണം എന്നുള്ളതാണ്. ആ പ്രത്യാശയോടെ ജീവിക്കുന്ന ഭക്തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മനോഹരമായ ഗാനമാണ് എന്നും മേഘേ വന്നിടും എന്നാരംഭിക്കുന്ന ഗാനം. സഹോദരൻ അജൂബ് ജോർജ് ഇപ്പോൾ ആ ഗാനം ആലപിക്കുന്നു.
വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. വെയിലേറ്റതാ വാടിത്തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാര്യ കൂടാരങ്ങളെ സോളമൻ തൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. ലോകവെയിലേറ്റതാ വാടിത്തളർന്നീടിലും തൻ്റെ കാന്ത എത്ര സുന്ദരി. കേദാര്യ കൂടാരങ്ങളെ സോളമൻ തൻ തിരശീലകളെ വെല്ലുന്നതാം ശോഭയുള്ളവൾ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പ്രഭു ആനന്ദം പ്രഭു. ശാരോനിലെ പനിപ്പൂ താഴ്വരയിൽ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ശാരോനിലെ പനിപ്പൂ താഴ്വരയിൽ താമര, മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. കൊടികളേന്ത്യ സൈന്യം പോൽ സൂര്യചന്ദ്രശോഭ പോൽ മോഹിനിയാം കാന്തയെ ചേർപ്പാൻ. എന്നുമേകെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. സ്വർലോകവാസമോക്കുമ്പോൾ പ്രിയൻ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭോ. നാടത് ശോകമില്ല വീടത് എന്നു വന്നു ചേർന്നിടും പ്രിയ. നിന്നെ കാണാനാർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം.
കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ, എന്നു വന്നു ചേർന്നിടും പ്രിയ. നിന്നെ കാണാൻ ആർത്തിയായി പാർത്തിടുന്ന കാന്തയെ ചേർത്തിടുവാനെന്തു താമസം. എന്നുമേ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. എന്നുമേഘെ വന്നിടും എൻ്റെ പ്രാണനായക, നിന്നെ കാണാൻ ആശയേറുന്നേ. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. സ്വർഗവാസമോർക്കുമ്പോൾ പ്രിയ ചാരയെത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഭക്തൻ അവൻ്റെ പ്രത്യാശ സ്വർലോകവാസം ഓർത്ത് ദൈവത്തിന് സ്തോത്രം പാടുക, സ്തുതി പാടുക എന്നുള്ളതാണ്. ഒരു ഭക്തൻ അതുകൊണ്ട് ഇങ്ങനെയാണ് പാടിയിരിക്കുന്നത്: പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളും നന്ദിയോടെ. അതിൻ്റെ അർത്ഥം, എൻ്റെ പ്രിയന് വേണ്ടി എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും, അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം മുഴുവൻ, എൻ്റെ മരണം വരെയും ഞാൻ അവന് വേണ്ടി പാടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് വേദനയുടെയും സങ്കടത്തിൻ്റെയും നാളുകൾ അപ്പോസ്തലനായ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ കാലുകൾ ആമത്തിൽ പൊട്ടിയിരിക്കുന്നു, കൈകൾ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, സ്വാതന്ത്ര്യമില്ലാതെ ജയിലിനകത്ത് ഒരു വിധത്തിലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ കഴിയുമ്പോഴും അവർ പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു എന്ന് വായിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ജീവൻ പോയാലും ഞങ്ങൾ കർത്താവിനെ പാടും. എന്തുകൊണ്ടാണ്? ദൈവം എന്നെ ഓരോ ദിവസം തോറും പാലിക്കുന്ന ദൈവമാണ്. ഒരു കേടും കൂടാതെ എന്നെ അവൻ പാലിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്വന്തം ജനമായ യൂതന്മാരെ തള്ളി എന്നെ അവൻ അവൻ്റെ മകനാക്കി തീർത്തു. അതുകൊണ്ട് ഞാൻ അവനെ പാടും. ഞാൻ കാട്ടൊലിവായിരുന്നു, എന്നാൽ എന്നെ നാട്ടിലോട് അവനെ ഒട്ടിച്ചേർത്ത് എന്നെ നല്ല ഒലിവാക്കി തീർത്തു. അതുകൊണ്ട് ഞാൻ അവന് പാടും. ഞാൻ ഫലമില്ലാത്തവനായിരുന്നു, എന്നാൽ എന്നിൽ ഫലം കായ്പാൻ തക്കണം അവനിടയാക്കി. അതുകൊണ്ട് ഞാൻ അവനെ പാടും. അതിനെല്ലാറ്റുപരിയായി എന്നെ അവൻ്റെ കൺമണി പോലെ എന്നെ കാക്കുന്നതിനായി ഞാൻ അവനായി പാടും. ഇത് പാടാതിരിക്കുവാൻ ഒരു യഥാർത്ഥ ഭക്തന് കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ആ ഗാനം ശ്രമിക്കാം. പാടും ഞാൻ യേശുവിന് ജീവൻ പോവോളോ നന്ദിയോളോ എന്നുള്ള ഗാനം സഹോദരൻ ബെനറ്റ് ജോൺ ഇപ്പോൾ ആലപിക്കുന്നു.
കർത്താവിനെ പാടി സ്തുതിക്കുന്ന ഭക്തൻ. ഈ ഭക്തന് വേണ്ടി ഒരിക്കൽ രക്ഷിതാവ് ഈ ഭൂമിയിൽ ജാതനായി. വിദ്വാൻമാർ, ശാസ്ത്രജ്ഞന്മാർ അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുത നക്ഷത്രം അവർ കണ്ടു. ആ അത്ഭുത നക്ഷത്രം എന്താണെന്ന് അവർ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. ആ അത്ഭുത നക്ഷത്രത്തിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ചലിക്കുന്ന നക്ഷത്രമായിരുന്നു. ആ നക്ഷത്രം പോയ വഴിയിലൂടെ അവർ യാത്ര ചെയ്ത് പോയി. പക്ഷേ അവർ ചെന്നെത്തിയത് ഒരു കൊട്ടാരത്തിലാണ്. അവരുടെ അനുമാനം അങ്ങനെയായിരുന്നു, അവൻ രാജാവാണെങ്കിൽ കൊട്ടാരത്തിലായിരിക്കണമല്ലോ ജനിച്ചത് എന്ന് അവർ കരുതി. അവർ വഴിമാറി യാത്ര ചെയ്ത് കൊട്ടാരത്തിലെത്തിയെങ്കിലും ഈ ശിശുവിനെ കാണാൻ കഴിഞ്ഞില്ല. എന്താണ് അങ്ങനെ സംഭവിച്ചത്? മറ്റൊന്നുമല്ല, യഹൂദന്മാരുടെ രാജാവായി യേശുക്രിസ്തു ഇന്നേക്ക് 2000 അധികം വർഷങ്ങൾക്ക് മുമ്പായി ഈ ഭൂമിയിൽ ഭുജാതനായപ്പോൾ അവനൊരു കൊട്ടാരത്തിലല്ല അവൻ ജനിച്ചത്. പ്രത്യേകത, അവൻ ഒരു പശുത്തൊട്ടിയിൽ അവനെ കിടത്തി എന്ന് വായിക്കുന്നു. അവന് ഈ ഭൂമിയിൽ പാർക്കുവാൻ സ്ഥലമില്ല, ജനിക്കുവാൻ സ്ഥലമില്ലാതെ, അവനെ കിടത്തുവാൻ സ്ഥലമില്ലാതെ പശുത്തൊട്ടിയിലാണ് കിടത്തേണ്ടി വന്നത്. അവൻ കേവലം ഒരു ശിശുവായി ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. അത് മാത്രമല്ല, ഈ ഭൂമിയെ മുഴുവനായി ചമച്ചവന് ഈ ഭൂമിയിൽ ജനിക്കുവാൻ കേവലം പശുത്തൊഴുത്ത് മാത്രമാണ് ലഭിച്ചത്. അവന് രാജീയമായ വസ്ത്രങ്ങളൊന്നുമില്ലായിരുന്നു, പഴം തുണികൾ മാത്രമാണ് അവന് പൊതിയുവാനായി ലഭിച്ചത്. എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ദൈവത്തിൻ്റെ സകല അവകാശങ്ങളും പോരാ, അവൻ കേവലം മനുഷ്യനായി ദാസരൂപം എടുത്ത് ഈ ഭൂമിയിലേക്ക് അവൻ പിറന്നു വീഴുകയുണ്ടായി. അത് എന്നെയും നിങ്ങളെയും രക്ഷിപ്പാൻ വേണ്ടിയായിരുന്നു. അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ പരമോന്നതമായ അവസ്ഥയാണ്. എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് നമ്മെ പോലെ അവനായി തീർന്നിട്ട് നമ്മെ സ്നേഹിപ്പാൻ, നമ്മെ വിടുവിപ്പാനായിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. അതോർക്കുമ്പോൾ ദൈവത്തിന്റെ കരുണയുടെ ധനമഹാത്മ്യം നാവിനാൽ വർണ്ണിച്ചാൽ തീരാതെ വണ്ണമാണ്, നാവിനാൽ സ്തുതിച്ചാൽ തീരാതെ വണ്ണമാണ്, നാവിനാൽ എത്ര കീർത്തിച്ചാലും തീരാതെ വണ്ണമാണ്, എത്ര പുസ്തകങ്ങൾ എഴുതിയാലും തീരാതെ വണ്ണം അവന്റെ മഹിമയെ, സ്നേഹത്തെ വർണ്ണിക്കുവാൻ കഴിയും. ആ സ്നേഹം കടലിനേക്കാൾ ആഴമുള്ളതാണ്, ഭൂമിയേക്കാൾ വലിപ്പമേറിയതാണ്, മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമായ സ്നേഹമാണ്. ആ സ്നേഹത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം, ദൈവ കരുണയും ധനമാഹാത്മ്യം നാവാൽ വർണ്ണിമോ എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരൻ ബിനു ബാബു ആലപിക്കുന്നു. Thank you.
കരുണയിൻ ധനമാദ്യം നാവാൽ വന്യമോ ദൈവ കരുണയിൻ ധനമാദ്യം ചെറിയ സന്തതിയോ നിരുപമ പ്രഭയാനി പഴം കൂടി ഹരിച്ചത് ചെറിയ സന്തതിയോ ദൈവ കരുണയിൽ ധനമാദ്യം നാമാൽ വന്യമോ ദൈവ കരുണയിൽ ധനമാദ്യം കുരിശുചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈവാളെ അതിന്മേ കുരിശുചുമന്നവൻ ഗിരിമുകളേറി വിരിച്ചു കൈവാളെ അതിന്മേ ശരിക്കിരുമാണികൾ പറപ്പതിനായ സ്മരിക്കുകയും വിസ്മയനീയം ശരിക്കിരുമാണികൾ തറയ്പതിനായത് സ്മരിക്കുകയും വിസ്മയനീയം ദൈവ കരുണയിൽ ധനമാദ്യം നാവാൽ വന്യമോ ദൈവ കരുണയിൽ ധനമാദ്യം ദൈവ കരുണയിൽ ധനമാദ്യം ദേവദാസനായ നാഗൽ എഴുതിയ ഒരു ഗാനം ഇങ്ങനെയുണ്ട്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സാധാരണ മരണ വീടുകളിൽ മരണ ശുശ്രൂഷ വേളകളിലൊക്കെ പാടുന്നൊരു മനോഹരമായ പാട്ടാണ്. ആ ഗാനം വളരെ വേദനയോടെയാണ് പലരും പാടാറുള്ളതെങ്കിലും അതെഴുതിയ ഭക്തൻ വളരെ പ്രത്യാശയോടെയാണ് പാടിയത്. ഈ ലോകത്തിൽ മനുഷ്യൻ്റെ ജീവിത ചക്രം മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെന്നും അതുകൊണ്ട് അവൻ എങ്ങനെ പ്രത്യാശയോടെ ജീവിക്കണമെന്നുമാണ് ആ ഗാനത്തിൽ പരാമർശിക്കുന്നത്. ഇന്നും ഞാൻ ഒരു സംസാര ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ മരണ വീടുകൾ സന്ദർശിക്കാറുണ്ട്, മരണ ശുശ്രൂഷകളിൽ പങ്കെടുക്കാറുണ്ട്.
തങ്ങളുടെ പ്രിയപ്പെട്ടവർ മാറിപ്പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ വളരെ വേദനയോട് അവരെ അയക്കുന്ന രംഗങ്ങൾ, അത് ഒരുപക്ഷെ താങ്ങുവാൻ കഴിയാത്തതിനപ്പുറമാണ്. മാതാവിൻ്റെ വേർപാട് മക്കൾക്കും, മക്കളുടെ വേർപാട് മാതാപിതാക്കൾക്കും, സഹോദരങ്ങളുടെ വേർപാട് സഹോദരങ്ങൾക്കും, സ്നേഹിതന്മാരുടെ വേർപാട് സ്നേഹിതനും വേദന ഉളവാക്കും തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ പ്രത്യാശയുള്ളവർക്ക് മരണം അവർ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. കാരണം മറ്റൊന്നുമില്ല, അവരുടെ അരുമനാഥനെ കാണാമല്ലോ. അതാണ് അവർ ഇങ്ങനെ പാടും: നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമായി. സമയമാം രഥത്തിൽ മുന്നോട്ടോടുമ്പോൾ, ഓരോരുത്തരും മരണം വഴിയായി മാറ്റപ്പെടുമ്പോൾ, അവർ പ്രത്യാശതീരം പോയിക്കൊണ്ട് പറയുകയാണ്: നാം തമ്മിൽ കാണും. നമ്മൾ വിട്ടുപോയ പിതാക്കന്മാരെ കാണും, സഹോദരങ്ങളെ കാണും, ഭർത്താവ് ഭാര്യയെ കാണും, ഭാര്യ ഭർത്താവിനെ കാണും, മാതാപിതാക്കൾ മക്കളെ കാണും. ആരൊക്കെ കർത്താവിൽ പ്രത്യാശയോടെ മരിച്ചു അവരെല്ലാവരെയും കാണുമെന്ന പ്രത്യാശയുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഉപരിയായി അവരുടെ ഉള്ളങ്ങളിൽ ഒരു വലിയ പ്രത്യാശയുണ്ട്: ഞങ്ങളുടെ അരുമനാഥനെ കാണാം. സ്തോത്രം. എനിക്ക് വേണ്ടി ജീവൻ വെച്ച, എനിക്ക് വേണ്ടി മരിച്ച, എനിക്ക് വേണ്ടി അടക്കപ്പെട്ട, എനിക്ക് വേണ്ടി ഉയർത്തുന്നതിന് ജീവിക്കുന്ന രക്ഷിതാവായ കർത്താവിനെ കാണാമെന്ന പ്രത്യാശ ആ ഭക്തനെ മുന്നോട്ട് നയിക്കുന്നു. ഈ സമയമായ രഥത്തിൽ അവൻ ആ പ്രത്യാശയോടെയാണ് ജീവിതയാത്ര കഴിക്കുന്നത്. ഈ ആശയം വരുന്ന മനോഹരമായ ഒരു ഗാനം, നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല എന്ന് ആരംഭിക്കുന്ന ഗാനം സഹോദരൻ അജൂബ് ജോർജ് ആലപിക്കുന്നു. തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം ഓടുന്നു വേഗമാ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, ഓടുന്നു വേഗമാ. മരണം ഞാൻ ഭാഗ്യനാട്ടിൽ ചേർന്നിടും. ഭാഗ്യമാണ് മരണം ഞാൻ ഭാഗ്യനാട്ടിൽ ചേർന്നിടും. നാം തമ്മിൽ കാണും നാളുകൾ
വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമാ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമാ. സ്ഥിരമെന്നു തോന്നും മാനവബന്ധങ്ങൾ അന്ത്യം വന്നിടും ശ്മശാനത്തിങ്കൽ. സ്ഥിരമെന്നു തോന്നും മാനവബന്ധങ്ങൾ അന്ത്യം വന്നിടും ശ്മശാനത്തിങ്കൽ. അന്നും ഞാനേകനല്ല, കാന്തൻ ചേർത്തിടുമെന്നെ സവിധേ. അന്നും ഞാനേകനല്ല, എൻ കാന്തൻ ചേർത്തിടുമെന്നെ സവിധേ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമാ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. സമയമാം രഥം ഓടുന്നു വേഗമാ. ഈ ഭൂമിയിൽ നാം എല്ലാവരും പരദേശവാസം കഴിക്കുന്നവരാണ്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിലെ ഉള്ളടക്കം ഇതാണ്: ഒരു പരദേശി, ഒരു വിശ്വാസി ഈ ലോകത്തിൽ അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ പരദേശവാസകാലത്ത് അവന് ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ തകർക്കുന്ന ഭീകരമായ അനുഭവങ്ങൾ ഒക്കെ വർണ്ണിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണത്. എന്നാൽ അങ്ങേ തീരത്തെത്തുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ സാരമില്ല എന്നെണ്ണുന്ന പ്രത്യാശയുടെ വാക്കുകൾ വിവരിക്കുന്ന ആ പുസ്തകമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ഈ ഭൂമിയിൽ നാം അന്യരും പരദേശികളുമല്ലോ. സംഗീതകാരൻ പറയുന്നത്, പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. അർത്ഥം ഇത് മാത്രം: വിശ്വാസിയായ നമ്മൾ എല്ലാവരും ഈ ലോകത്തിലെ പരദേശവാസക്കാരാണ്. അതിനർത്ഥം മറ്റൊരു ദേശം നമുക്കുണ്ട് എന്നാണ്. ഈ കാണുന്ന ഭൂമിയും ഈ കാണുന്ന സൗകര്യങ്ങളും സുഖങ്ങളുമെല്ലാം പരദേശവാസകാലത്തുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. എന്നാൽ ഇതിനേക്കാൾ അപ്പുറമായി സ്വദേശം സ്വർഗത്തിലാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാവുന്നു എന്നുള്ള വാക്കുകൾ പോലെ ആ നാടിനെ നോക്കി മുന്നോട്ട് പോകേണ്ടവരാണ് നാം എല്ലാവരും എന്നാണ് ഭക്തൻ പറയുന്നത്. നാം ഇങ്ങനെ പാടുന്നുണ്ട്: ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൾ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലമാണ്. ഇവിടെ എനിക്കൊരു ആരും തുണ ഇല്ലെങ്കിലും ഇണയാകും യേശുവോട് ചേർന്നാൽ മതി. അതാണ് ഭക്തന്റെ പ്രതീക്ഷ. അവൻ വീണ്ടും പാടും:
എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി. സ്തോത്രം. ഈ ലോകത്തിലെ കഷ്ടങ്ങളെ കളുപരിയായി, ദുഃഖങ്ങളെ കളുപരിയായി എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ആ വലിയ പ്രത്യാശ ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ പ്രത്യാശ അതായിരിക്കട്ടെ. എല്ലാ ദുഃഖങ്ങൾക്കും അറിഞ്ഞു വരുവാൻ തക്കോണം യേശുവിനെ കാണുമ്പോൾ ദുഃഖങ്ങൾ മാറി, സങ്കടം മാറി, നാം കർത്താവിനോടൊപ്പം എന്നേക്കും സന്തോഷമായി വസിക്കുന്ന ദിവസം വരാൻ പോകുന്നു. ആ ആശയങ്ങൾ വരുന്നതായ ഒരു മനോഹരമായ ഗാനം, എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിതകരമതിൽ പരനോടുകൂടെ വാഴാൻ പോയാൽ മതി എന്ന ഗാനം ഇപ്പോൾ കർത്താവിനദാസൻ ബെനറ്റ് ജോൺ ആലപിക്കുന്നു. Praise the Lord.
വെറുമൊരു പരദേശി പോൽ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇവിടെ എനിക്കാരും തുണയില്ലെങ്കിലും ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവർ കോർത്തു മാത്രം പാർത്തിയിടുന്നു. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞവർ കോർത്തു മാത്രം പാർത്തിയിടുന്നു. നിർത്തേണമേ വിശുദ്ധ നിർത്തേണമേ വിശുദ്ധ ആത്മാവിനാ പറന്നേറിവാനിടത്തിൽ വസിച്ചാൽ മതി. പറന്നേറിവാനിടത്തിൽ വസിച്ചാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. പരശില്പിയായി പണിത നഗരമതിൽ പരശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം കിട്ടാൻ മതി. ലോകത്തിലെ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമാധാനം എന്നുള്ളത്. ഇപ്പോൾ നാം പ്രതിദിനം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമുക്കറിയാമല്ലോ. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധസ്തുതികൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. സമാധാന ചർച്ചകളും കരാറുകളും ഒക്കെ അവർ ചെയ്യാറുണ്ട്. പക്ഷേ സമാധാന ഉടമ്പടി നടത്തിയിട്ട് ആ മഷി ഉണങ്ങുന്നതിന് മുമ്പ് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്.
ലോകരാജ്യങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കുടുംബങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു. വ്യക്തികളും സമാധാനം ആഗ്രഹിക്കുന്നു. വേദപുസ്തകത്തിൽ ഉടനീളം പറഞ്ഞിട്ടുള്ള ഒരു പദപ്രയോഗം കൂടിയാണ് സമാധാനം എന്നുള്ളത്. ഒരിക്കൽ കർത്താവ് ഇങ്ങനെ പറയുകയുണ്ടായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. സമാധാനം ഉണ്ടാക്കുന്ന ആളുകൾ. എന്താണ് ഇതിൻ്റെ അർത്ഥം? സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുമ്പോൾ അനേകർ ഇരു രാജ്യക്കാർക്കും നഷ്ടപ്പെടുമ്പോൾ, ഭടന്മാർ ഇല്ലാതെ പോകുമ്പോൾ, തമ്മിൽ ആരും ജയിക്കത്തില്ല എന്ന് തോന്നുന്ന വേളയിൽ ശക്തന്മാരായ രാജ്യങ്ങൾ വീണ്ടും വീണ്ടും അവരുടെ ശക്തി യുദ്ധത്തിലൂടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും ജയിക്കുന്നില്ല. നഷ്ടങ്ങൾ ഇരുപക്ഷത്തുമുണ്ട്. എന്നാൽ അവിടെ മറ്റ് രാജ്യക്കാർ ചേർന്ന് ഒരു സമാധാന ഉടമ്പടിക്ക് അവരെ രണ്ടുപേരെയും കൊണ്ടുവരും. ഒടുവിൽ അവർ ചെയ്യുന്ന കാര്യമാണ് സമാധാന ഉടമ്പടി. അപ്പോൾ ദൈവത്തിൽ സമാധാനം എന്ന് പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധവിരാമത്തിനാണ് സമാധാനം എന്ന് പറയുന്നത്. മറ്റൊരർത്ഥം സമാധാനത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൈര്യത എന്നാണ്. സ്വൈര്യത എന്താണ്? സ്വൈര്യത മനസ്സിൽ തിങ്ങി നിറയുന്ന സംഘർഷ നിമിത്തം, വിചാരങ്ങൾ നിമിത്തം അവന് സ്വസ്ഥത നഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള വേളകൾ നമുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. അത് പല പ്രശ്നങ്ങളാൽ സ്വസ്ഥത നഷ്ടപ്പെടാം. ധനമില്ലായയാൽ അവൻ്റെ ജീവിത സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം ധനമില്ലാതെ വന്നാൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ അവൻ്റെ കുടുംബത്തിൽ അവന് വേണ്ട സപ്പോർട്ടോ വേണ്ട അംഗീകാരമോ കിട്ടാതെ വരുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അന്യോന്യം ഐക്യതയില്ലാതെ വന്നാൽ സ്വൈര്യത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. സഭയിൽ വിശ്വാസികൾ തമ്മിൽ അന്യോന്യം സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സ്വൈര്യത, സ്വസ്ഥത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എല്ലാം അതിജീവിച്ച്, പ്രശ്നങ്ങളെ അതിജീവിച്ച്, പ്രതികൂലങ്ങളെ അതിജീവിച്ച് അവൻ അതിനെ വിജയിക്കുമ്പോൾ അവിടെയാണ് സ്വൈര്യത ഉണ്ടാകുന്നത്, സ്വസ്ഥത ഉണ്ടാകുന്നത്. അതാണ് സമാധാനം. മറ്റൊന്ന്, സമാധാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനഃശാന്തിയാണ്. മനഃശാന്തി, മനസ്സിനെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ, അതായത് ഒരുപക്ഷെ വ്യക്തിപരമായിരിക്കാം. അവൻ്റെ രോഗങ്ങൾ ഒരുപക്ഷെ അവൻ്റെ മനസ്സിനെ അലോസരപ്പെടുത്തിയെന്ന് വരാം. ശാന്തി, സമാധാനം നഷ്ടപ്പെട്ടെന്ന് വരാം. മറ്റുള്ളവരാളുള്ള പഴിയും ദുഷിയും കേൾക്കുമ്പോൾ അവന് മനഃശാന്തിയില്ലാതെ അവൻ അസ്വസ്ഥനായി എന്ന് വരാം. കൂട്ടുകാർ പഴിക്കുമ്പോൾ അവൻ്റെ മനഃശാന്തി നഷ്ടപ്പെടുന്നു വരാം. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയാതെ പരാജിതനായി തീരുമ്പോൾ മനഃശാന്തി നഷ്ടപ്പെടുന്നു വരാം. എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് ഈ വിധമായ പ്രശ്നങ്ങളുടെ മധ്യത്തിലൊക്കെ മനഃശാന്തി അവൻ നേടുവാനിടയായിത്തീരും. നാം കർത്താവിൻ്റെ വാക്കിലൂടെ കേട്ടത് ഇങ്ങനെയാണല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വസ്ഥത ഉണ്ടാക്കുന്നവർ, മനഃശാന്തി ഉണ്ടാക്കുന്നവർ, യുദ്ധവിരാമം ഉണ്ടാക്കുന്നവർ. അതിൻ്റെ അർത്ഥം സമാധാനം ഉണ്ടാക്കപ്പെടുന്നു എന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ നമുക്ക് തന്നെ ആ സമാധാനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പീസ് മേക്കേഴ്സ് എന്നാണ് അവിടെ പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്ന ആളുകൾ,
സമാധാനം ഇല്ലാതാക്കുന്ന ആരാണ്? നമ്മൾ തന്നെയാണ്. മനുഷ്യൻ തന്നെയാണ് സമാധാനം ഇല്ലാതാക്കുന്നത്. സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി അവൻ തൻ്റെ സന്തോഷം മാത്രം പ്രതീക്ഷിച്ച് മറ്റൊരുവനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവിടെയാണ് സമാധാനമില്ലായ്മ ഉടലെടുക്കുന്നത്. അപ്പോൾ സമാധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളും സമാധാനം നഷ്ടപ്പെടുത്തുന്നു. മനുഷ്യൻ തന്നെയാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. അവൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനമുള്ളൊരു ജീവിതമാണ് ദൈവം നൽകിയതെങ്കിലും സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം ഇച്ഛയ്ക്ക് വേണ്ടി, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടി മനുഷ്യൻ മറ്റൊരുവനെ ദ്രോഹിക്കുന്നവനായിത്തീരുന്നു. മറ്റൊരുവനെ വലിയവനെന്ന് കാണേണ്ട സ്ഥാനത്ത് മറ്റൊരുവനെ ദ്രോഹിച്ച് അവനെ പ്രയാസപ്പെടുത്തി, അവനെ സങ്കടപ്പെടുത്തി, അവനെ ഇല്ലായ്മയാക്കുവാൻ ശ്രമിച്ചിട്ട് സ്വയം ഉയരുവാൻ ശ്രമിക്കുന്നു. അവിടെയാണ് സമാധാനം നഷ്ടപ്പെടുത്തുന്നവരായി നാം മാറപ്പെടുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അന്യോന്യം സ്നേഹിപ്പീൻ എന്ന് പറഞ്ഞാൽ ഒരുവൻ മറ്റൊരുവനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ താഴ്ചയല്ല അവൻ ആഗ്രഹിക്കുന്നത്, പ്രത്യേകത അവൻ്റെ ഉയർച്ച അവൻ ആഗ്രഹിക്കുന്നു. സഹോദരനെ ബഹുമാനിക്കുമ്പോൾ അവനെ നാം സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. അവനെ സ്നേഹിക്കുമ്പോൾ അവൻ്റെ ഇല്ലായ്മയിൽ നമുക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയത്തില്ല. അവൻ്റെ ഇല്ലായ്മയിൽ അവനെ സഹായിക്കുവാൻ നാം തയ്യാറാകും. ഒരുവൻ ഭക്ഷണമില്ലാതിരിക്കുകയും നാം ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനെ കണ്ടിട്ട് ദയ തോന്നിയാൽ അവിടെയാണ് അവനെ സഹായിക്കുന്നവനായി, സമാധാനം ഉണ്ടാക്കുന്നവനായി നാം മാറപ്പെടുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞ വാക്കിങ്ങനെയാണല്ലോ, സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുക. എൻ്റെ പ്രിയ സ്നേഹിതരെ, നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മുടെ കുടുംബങ്ങളിലെ സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത്. അതിനർത്ഥം ഞാൻ വിചാരിച്ചാൽ എൻ്റെ കുടുംബത്തെ സമാധാനം ഇല്ലാതാക്കാൻ കഴിയും, ഞാൻ വിചാരിച്ചാൽ എൻ്റെ സഭയിൽ സമാധാനം ഇല്ലാതാക്കാൻ കഴിയും, ഞാൻ വിചാരിച്ചാൽ എൻ്റെ ഈ സമൂഹത്തെ സമാധാനം കഴിയും. അപ്പോൾ ഓരോ വ്യക്തികളും ചെയ്യേണ്ട കാര്യമാണ് സമാധാന കാംക്ഷികളായി തീരുക എന്ന് പറഞ്ഞാൽ സ്വൈര്യതയുള്ള ജീവൻ നയിക്കുവാനും സ്വസ്ഥതയുള്ള ജീവൻ നയിക്കുവാനും സമാധാനമുള്ള ജീവൻ നയിക്കുവാനുമായി നാം എല്ലാവരും പരിശ്രമിക്കേണ്ടതാണെന്നാണ് വായിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് പറയുന്നത്. ദൈവമക്കളായ ആളുകൾ സമാധാനം കൊടുക്കേണ്ടവരാണ്. കർത്താവ് പറയുണ്ടായി, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, എൻ്റെ സമാധാനം ലോകം തരുന്ന പോലെയല്ല, അത് നിത്യമായ സന്തോഷമരുളുന്ന വലിയ സമാധാനമാണ്. ലോകം തരാത്ത നിത്യമായ സമാധാനം തരുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. എന്നാൽ ആ സമാധാനം ലഭിച്ചവരായ ആളുകൾ, ദൈവത്തിൻ്റെ മക്കൾ, അവർ ഈ ഭൂമിയിൽ സമാധാനമുണ്ടാക്കണം. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയത്തില്ല. ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ആ പ്രശ്നം മറ്റൊന്നുമല്ല, ദൈവം ആഗ്രഹിച്ചവണ്ണം മനുഷ്യൻ വരാതിരുന്നപ്പോൾ അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ദൈവത്തിന് മനുഷ്യനും മുമ്പാകെ ഒരു വലിയ വിടവുണ്ടായി, ഒരു സമാധാനമില്ലായ്മയുണ്ടായി. മനുഷ്യനെ ദൈവം ദൂരേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ പോയ മനുഷ്യൻ ദൈവവുമായി ഒരു ബന്ധം ഉണ്ടാക്കേണ്ടതിനായി ദൈവം ഒരാളിനെ അയച്ചു, ഒരു ഇടനിലക്കാരനെ അയച്ചു. മറ്റാരുമല്ല, ദൈവപുത്രനായ യേശുവിനെയാണ് അയച്ചത്. ലോകത്തിലേക്ക് ദൈവം നോക്കുമ്പോൾ മനുഷ്യൻ പാപികളായിത്തീരുന്നു. സൊദോം ഗൊമോറയെ ദൈവം നോക്കി. സൊദോം ഗൊമോറ പാപം നിമിത്തം ഏറ്റവും അതികഠിനമായി തീർന്നപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ സൊദോമിനെ നശിപ്പിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ അയക്കുന്നു. നോഹയുടെ കാലത്ത് ദൈവം മനുഷ്യനെ നോക്കിയപ്പോൾ മനുഷ്യൻ ദൈവത്തിന് അകന്നുപോയി സമാധാനമില്ലാത്തവനായി തീർന്നിട്ട് അവൻ പാപം ചെയ്ത് പാപത്താൽ അവൻ പിടിക്കപ്പെട്ട് അവൻ അതികഠിനമായ പാപത്തിന് അകയായി തീർന്നു. അത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു.
സമാധാനമില്ലാത്ത മനുഷ്യൻ ലോകത്തിൽ പാപികളായി പാപത്തിന് പിന്നാലെ പോകുകയാണ്. എന്നാൽ ദൈവം ഒരു വഴിയൊരുക്കി, മറ്റൊന്നുമല്ല, തൻ്റെ പുത്രനെ തന്നെ അയച്ചിട്ട് പറയുകയാണ്, ഇവൻ മുഖാന്തരം ലോകത്തിന് സമാധാനം കൊടുക്കും. ആ കർത്താവാണ് ഈ ഭൂമിയിൽ ജനിച്ച് പ്രവർത്തിച്ചപ്പോൾ പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. പൗലോസ് ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു പാപി നീതീകരണം പ്രാപിക്കുമ്പോൾ അവന് ദൈവത്തോട് സമാധാനമുണ്ടെന്നാണ് നാം വായിക്കുന്നത്. റോമലേഖനം 5-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് അങ്ങനെയാണ്, വിശ്വാസത്താൽ നീതിക്കപ്പെട്ടിട്ട് നമ്മുടെ ദൈവത്തോട് യേശു ക്രിസ്തു മൂലം സമാധാനം ഉണ്ടാകുന്നു. ഒരു പാപി അസമാധാനമുള്ളവനായി ന്യായവിധിയുടെ ഭയം അവന് നിറച്ചിട്ട് ലോകത്തിൽ അവൻ പ്രത്യാശയില്ലാത്തവനായി ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവനോട് ദൈവമായ കർത്താവ് സംസാരിക്കുന്നു, നിന്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കുവാൻ, നിനക്ക് ശാന്തി നൽകുവാൻ, നിന്റെ ഹൃദയത്തിന് ആശ്വാസം നൽകുവാൻ, നിന്റെ പാപപ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ ഞാൻ മതിയായവനാണെന്ന് പറഞ്ഞ് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരികയുണ്ടായി. അവൻ മൂലം ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. ക്രൂശിൽ യേശു ക്രിസ്തു മരിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ലോകത്തിലെ പാപികൾക്ക്, സമാധാനമില്ലാത്ത പാപികൾക്ക് ഒരു കരാറുടമ്പടി അവൻ എഴുതുകയായിരുന്നു. ഈ പാപികളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ മരിക്കുന്നു, ഞാൻ മരിക്കാം, അവരുടെ പാപക്കടങ്ങൾ ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് ദൈവപുത്രനായ യേശു ക്രിസ്തു മാനവജാതിയുടെ സകല പാപവും സ്വന്തം തോളിൽ ഏറ്റെടുത്ത് അവൻ സകല മനുഷ്യർക്കും വേണ്ടി കാൽവരിയിൽ മരിച്ചു. അവൻ ഭൂമിക്ക് വേണ്ടി ഭൂമിയുടെ മധ്യത്തിൽ അവൻ തകർക്കപ്പെടുകയുണ്ടായി. ആ കർത്താവായ യേശു ക്രിസ്തു സമാധാനത്തിൻ്റെ ഉടമ്പടി നൽകിയവനാണ്. പിതാവായ ദൈവത്തോട് സമാധാനമില്ലാതെ ജീവിക്കുന്ന പാപിക്ക് യേശു ക്രിസ്തു മൂലം ഒരു സമാധാന ഉടമ്പടി. അതിന് നാം എന്താ ചെയ്യേണ്ടത്? നാം മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സമാധാനമുണ്ടാക്കിയ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് വന്നിട്ട്, കർത്താവേ, ഞാൻ ഒരു പാപിയാണെന്ന് പറഞ്ഞ് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ മുമ്പാകെ ഹൃദയത്തെ സമർപ്പിച്ച് അവൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് സമ്പൂർണ്ണമായ സമർപ്പണം കഴിക്കുന്ന ഒരുവന് നിത്യസമാധാനം കർത്താവ് നൽകും. സഹോദര, സഹോദരി, നിനക്ക് സമാധാനമില്ല എങ്കിൽ നീ ലോകത്തിൽ സുഖങ്ങളിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല, മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിക്കേണ്ട കാര്യമില്ല, ലോക സുഖഭോഗങ്ങളിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല, ലോക സന്തോഷങ്ങളിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. അവിടുത്തെ സമാധാനങ്ങളൊക്കെ നൈമിഷികമാണ്, അല്പനേരത്തേക്ക് മാത്രമാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശുക്രിസ്തു മുഖാന്തരം കാൽവരിയിൽ ഒരുക്കിയ രക്ഷ മുഖാന്തരമായി സമാധാനം എനിക്കും നിങ്ങൾക്കും തരുവാൻ തക്കണം അവൻ ക്രൂശിതനായി തീർന്നു. ആ കർത്താവ് നിന്നിടപെടുന്നു. അവനെ നീ സ്വീകരിച്ചാൽ, അവനെ ഉള്ളത്തിൽ സ്വീകരിച്ചാൽ നിന്റെ ജീവിതം സമാധാനമുള്ളവനായി തീരും. അതാണ് ഇവിടെ വായിക്കുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന് പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഈ ഭൂമിയിൽ പാപത്തിൻ്റെ ഭാരം ചുമന്നുകൊണ്ട് ആശ്വാസമില്ലാത്തനായി, സമാധാനമില്ലാത്തനായി യാത്ര ചെയ്യുന്ന സ്നേഹിതേ, പിതാവേ, മാതാവേ, യേശു ക്രിസ്തുവാണ് സമാധാനദായകൻ. ഞാൻ തരുന്ന സമാധാനം ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നാൽ നിന്റെ ഉള്ളം സന്തോഷഭരിതമായി തീരും, സ്വൈര്യതയുള്ളതായിത്തീരും, യുദ്ധവിരാമം പോലെ ശാന്തതയുള്ളതായിത്തീരും, മനസ്സമാധാനം നിനക്ക് ലഭിക്കും, നിനക്ക് സന്തോഷവും സമാധാനം ലഭിക്കും, ശാന്തി ഉണ്ടാകും. അതുമാത്രമല്ല, അങ്ങനെ ലഭിച്ചാൽ നീയും ചെയ്യേണ്ട കാര്യം, നീയും സമാധാനം ഉണ്ടാക്കുന്നവരായി മാറ്റപ്പെടണം. ലോകത്തിൽ ദുഃഖിതനായി കഴിയുന്ന, വേദനപ്പെട്ട് കഴിയുന്ന ഒരുവൻ അടുക്കൽ എന്നിട്ട് ഈ സമാധാനദായകനായ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവനും ആ കർത്താവ് വിശ്വസിക്കുമ്പോൾ നീ സമാധാനം ഉണ്ടാക്കുന്നതിനായി മാറ്റപ്പെടും. നിന്നോട് വൈരുദ്ധ്യമുള്ളതിനോട് ചെന്ന് കരം കൊടുത്ത് സഖ്യത പ്രാപിക്കുമ്പോൾ നീ സമാധാനം ഉണ്ടാക്കുന്നതിനായി തീരും. ലോകത്തിൽ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുള്ള ദൈവത്തിന്റെ ഭക്തന്മാരായ നമുക്ക് ആ ജോലി നിറവേറ്റാം. അതിനെക്കുപരിയായി എല്ലാവർക്കും സമാധാനം നൽകിയതായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഉള്ളത്തിൽ സ്വീകരിച്ച് അവന്റെ പിന്നാലെ യാത്ര ചെയ്യുന്ന ഏവരെയും കർത്താവ് സഹായിക്കട്ടെ. ആ യഥാർത്ഥ സമാധാനം പ്രാപിക്കുവാൻ തൊക്കണം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് മനോഹരമായ ഒരു ഗാനം കൂടെ സഹോദരന്മാർ ചേർന്ന് പാടുന്നതായിരിക്കും. ആ ഗാനവും നമുക്ക് ശ്രദ്ധിക്കാം.
കർത്താവിന്റെ നാമം ഇതിലൂടെ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. വാഴുവാൻ
സഭയെ കണ്ടയെ ചേർക്കുന്ന നേരത്തെ എന്താനന്ദമേ, എന്താനന്ദമേ. സഭയെ കണ്ടയെ ചേർക്കുന്ന നേരത്തെ എന്താനന്ദമേ, എന്താനന്ദമേ. പ്രിയന്റെ മറു ഞാൻ ചാരും സമയത്ത് പരമാനന്ദമേ, പ്രിയന്റെ മറു ഞാൻ ചാരും സമയത്ത് പരമാനന്ദമേ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ. നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകപ്പെട്ടവർ എടുക്കപ്പെടുമല്ലോ, എടുക്കപ്പെടുമല്ലോ. ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ, ആ മകൾ സന്തോഷ ശോഭന നാളതിൽ ഞാനും കാണുമേ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ. നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ, സിയോൻ മണാളനെ ശാലേമിൻ പ്രിയനെ. നിന്നെ കാണുവാൻ, നിന്നെ കാണുവാൻ എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ, എന്നെ തന്നെ ഒരുക്കുന്നു നിൻ രാജ്യത്തിൽ വന്നു വാഴുവാൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രി ദൈവിക ഇടപെടലിൻ്റെ രാത്രിയായി തീർന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് ഗാനങ്ങൾ ആലപിച്ച സഹോദരൻ ബിനു ബാബു, സഹോദരൻ ബെനറ്റ് ജോൺ, സഹോദരൻ അജൂബ് ജോർജ് എന്നിവർക്കും പശ്ചാത്തല സംഗീതമായ സുജിത് തുന്നൽ കൊട്ടാരയ്ക്കും ക്യാമറ ഓപ്പറേറ്റ് ചെയ്ത ജിജി കൊട്ടാരക്കരയ്ക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ സന്ദേശങ്ങൾ കേൾക്കുകയും ഗാനങ്ങൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയുടെ അവസാന സമയത്ത് പ്രിയപ്പെട്ടവർ അറിയിക്കുന്ന വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുന്ന പതിവ് ഞങ്ങൾക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ജിജോ എന്ന് പറയുന്നതായ ഒരു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. തലയിൽ 2 സ്ഥലങ്ങളിലായി ബ്ലീഡിംഗ് ഉണ്ടായി ഓപ്പറേഷൻ വിധേയനായി മെഡിക്കൽ കോളേജിൽ കിടന്ന ഒരു സഹോദരൻ. ദൈവമക്കളുടെ അനേകരുടെ പ്രാർത്ഥന മുഖാന്തരമായി ഇന്ന് വളരെ ക്ഷേമത്തോടെ മെഡിക്കൽ കോളേജ് വിട്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റത്തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിക്കുകയുണ്ടായി. നിങ്ങളുടെ എവിടെയും നമ്മുടെ എവിടെയും പ്രാർത്ഥന ഫലമായിട്ട് ദൈവം പ്രവർത്തിച്ചതാണ്. ആ സഹോദരൻ പൂർണ്ണ സൗഖ്യം പ്രാപിപ്പാൻ വീണ്ടും പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രിയിലും മറ്റൊരു പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നിവിടെ ഗാനം ആലപിച്ചുകൊണ്ടിരുന്നതായ
ബ്രദർ ബിനു ബാബു സഹോദരൻ്റെ സഹോദരൻ്റെ ഭാര്യാമാതാവ് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഇപ്പോൾ പെട്ടെന്ന് അതിതീവ്ര ഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. ആ പ്രിയ മാതാവിൻ്റെ വിടുതലിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ പ്രാർത്ഥന ആവശ്യമുള്ള ധാരാളം പേർ ഇന്ന് ഈ സന്ദേശം കേട്ടിട്ടുണ്ട്, ഈ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്നത്തെ ഗാനങ്ങൾ ആശ്വാസമായിട്ടുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ സന്ദേശവും ഈ ഗാനങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയ മൊബൈലിൻ്റെ സഹായത്തിലായിരിക്കാം. എന്നാൽ അവിടെയും ഇവിടെയും ഒരുപോലെ വ്യാപരിക്കുന്ന ദൈവീയ ശക്തി ഈ രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. അവിടെ നിങ്ങളിരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ കണ്ണുകളെ അടച്ച് ദൈവ സാന്നിധ്യബോധത്തോടെ എല്ലായിടത്തും ഒരുപോലെ വ്യാപരിക്കുവാൻ കഴിയുന്ന ദൈവാത്മാശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനയ്ക്കായി നമുക്ക് സമയം വേർതിരിക്കാം. നമ്മെ അറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നമ്മുടെ ഉള്ളങ്ങളെ സമാധാനപ്പെടുത്തുന്ന കർത്താവ് ജീവിക്കുന്നു. നമ്മുടെ സങ്കടങ്ങളെ അറിയുന്നവൻ ജീവിക്കുന്നു. നമ്മുടെ രോഗങ്ങളെ അറിയുന്നവൻ ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് ഇതെല്ലാം അനുഭവിച്ച് തികഞ്ഞവനായി പരീക്ഷിക്കപ്പെടുന്നവർക്ക് ബലം നൽകുവാൻ, ശക്തി നൽകുവാൻ നിൽക്കണം. പരീക്ഷിക്കപ്പെട്ടവനായി വിജയിച്ച് മരണത്തെയും പാതാളത്തെയും ജയിച്ച കർത്താവ് ഉയരത്തിൽ ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ സഹായം അവരുടെ മേൽ അയക്കണതിനായി, ദുഃഖിക്കുന്നവർക്ക് അയക്കണതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗികളെ സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം രോഗിയുടെ മേൽ തൊടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നാം കേട്ടതുപോലെ ആ മാതാവിനായി പ്രാർത്ഥിക്കാം. സൗഖ്യമാക്കുന്ന യഹോവയുടെ കരം ആ മാതാവിൻ്റെ മേൽ തൊടുകയും കർത്താവിന് വിടുതലയച്ച് കർത്താവ് സഹോദരിയെ മാതാവിനെ വിടുവിക്കുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ പ്രാർത്ഥിച്ചതായ ജിജോ ജോർജിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കാം. അനേകർ ഈ സന്ദേശം കേട്ടവർ രോഗികളായി കഴിയുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സന്ദർശനത്തിൻ്റെ ദിവസമായി തീരട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഈ രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. എനിക്ക് എൻ്റെ യേശുവിനെ കണ്ടാൽ മതിയെന്നും കർത്താവെ നീ എപ്പോൾ വരുമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ ഈ ലോകത്തിൽ കാത്തിരിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിൽ പരദേശികളാണ്, അന്യരും പരദേശികളുമാണ്. എന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം ഒരുക്കിയിട്ടുണ്ട്, ഒരു സ്വർഗീയ രാജ്യം ഒരുക്കിയിട്ടുണ്ട്. ഈ ലോകത്തിൽ ഞങ്ങൾ പരദേശികളാണെങ്കിൽ ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാവുന്നുവല്ലോ. അവിടേക്ക് ഞങ്ങൾ എത്തുന്ന നാൾ ഇനിയും അതിവിദൂരമല്ലല്ലോ. അത് ഞങ്ങൾ പാടുകയായിരുന്നു, കേൾക്കുകയായിരുന്നു. ഈ ഭൂമിയിലെ ജീവിതം കർത്താവേ ഞങ്ങൾ കഷ്ടസമ്പൂർണമായ ജീവിതമാണ്. വേദനയുണ്ട്, സങ്കടമുണ്ട്, രോഗമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. എന്നാൽ അതിനെല്ലാം അപ്പുറമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവിനായി സ്തോത്രം. ആ കർത്താവിൻ്റെ കരുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ ഇടയാക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ കേട്ട പ്രാർത്ഥനാ വിഷയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മാതാവിനെ ദൈവം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വിടുതൽ അയക്കണമേ, സൗഖ്യമാക്കണമേ. എത്രയും വേഗത്തിൽ അത്ഭുതമായ വിടുതൽ ലഭിച്ച് ആ പ്രിയ മാതാവ് സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് പോകാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജിജോ ജോർജിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം, ആശ്വാസനായി സ്തോത്രം. പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ച ദൈവത്തെ സേവിപ്പാൻ ആ പ്രിയ സഹോദരൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ലോകത്തിന്റെ വിഭാഗിക്കുന്നുണ്ട് ഈ ഗാനങ്ങൾ കേട്ട സന്ദേശം കേട്ട പലരും രോഗികളായി ഭാരപ്പെടുന്നുണ്ട്. അവിടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കണമേ. കർത്താവിന്റെ കടഭാരങ്ങളെ മാറ്റണമേ, അവിടെ ദുഃഖങ്ങളെ മാറ്റണമേ, അവിടെ സമാധാനമില്ലായ്മ മാറ്റി സമാധാനം നൽകിയവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം, ശുശ്രൂഷയെ മാറ്റിയതിനായി സ്തോത്രം, അവിടെ നാം തീർത്തതിനായി സ്തോത്രം. മഹത്വമെല്ലാം കർത്താവിന്, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹസ്വം കാവലും നാം ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഭൂലോകം പാടും കർത്താവിനെ കാത്തിരിക്കുന്ന സകല ഭക്തന്മാരുടെ കൂടെയും ഇതുമതേക്കും കാലാവസ്ഥ കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.